എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻ്റർഫറൻസിൻ്റെ ഒരു ഓവറോൾ ഐഡിയ നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഇൻ്റർഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ഡ്യൂ ടു സൂപ്പർപോസിഷൻ ഓഫ് 2 or more വേവ്സ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് when 2 light rays of amplitude A1 and A2 of intensity I1 and I2 are superimposed in a medium with a phase difference phi, then the resultant amplitude at the point of interference is equal to root of A1 square plus A2 square plus 2A1 A2 cos phi, and the resultant intensity at that point is equal to A1 square plus A2 square plus 2A1 A2 cos phi. I maximum is equal to A1 plus A2 the whole square when path difference delta is equal to n lambda, where n is equal to 0, 1, 2, 3, 4, etc. And I minimum is equal to A1 minus A2 the whole square, where path difference delta is equal to 2n minus 1 into lambda by 2, where n is equal to 1, 2, 3, 4, etc. അതൊക്കെ വിശദമായിട്ട് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തുന്നത് ഒരു സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് റേയും വേറൊരു സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് റേയും കൂടി എവിടെയെങ്കിലും കൂട്ടിയിടിക്കുകയാണെങ്കിൽ അവിടെ ഇന്റർഫറൻസ് ഉണ്ടാകും. അങ്ങനെ ഇന്റർഫറൻസ് ഉണ്ടാകണമെങ്കിൽ at some points intensity of light is maximum, that is called constructive interference, and at some other points intensity of light minimum, that is called destructive interference. അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ചിലടത്ത് നല്ല ബ്രൈറ്റ് ആയിട്ട് കാണണം, ചിലടത്ത് ഡാർക്ക് ആയിട്ട് കാണണം, വീണ്ടും ബ്രൈറ്റ് ഡാർക്ക് ഇങ്ങനെ ഇടയ്ക്കിടെ. അപ്പം നമ്മൾ ഒരു റൂമിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം അത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞ സാധനമാണ്. ഒരു റൂമിനകത്ത് നമ്മൾ 2 ലൈറ്റ് കത്തിച്ചിടുകയാണെങ്കിൽ the light ray from these 2 sources interfere at a particular point, and because of this interference there is a change in distribution of energy. Due to this change in distribution of energy, at some points intensity of light is maximum, minimum, maximum. പക്ഷേ നോർമലി നമ്മുടെയൊക്കെ വീടുകളിൽ 2 ലൈറ്റുകൾ ഉണ്ടാകാം. ഈ 2 ലൈറ്റുകൾ നമ്മൾ റൂമിനകത്ത് കത്തിച്ചിട്ടാൽ നമുക്ക് ഡാർക്ക്നെസ്സും ബ്രൈറ്റ്നെസ്സും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ സാർ അവിടെ ഇന്റർഫറൻസ് നടക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും 2 ലൈറ്റ് റേ ഡിഫറൻറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ കൂട്ടിയിടിച്ചാൽ അല്ലെങ്കിൽ അവർ വന്ന് ഇന്റർഫിയർ ചെയ്താൽ അല്ലെങ്കിൽ സൂപ്പർപോസ് ചെയ്താൽ there should be some change in distribution of energy. Due to this change in distribution of energy, ചിലയിടത്ത് ലൈറ്റിന്റെ ഇന്റൻസിറ്റി മാക്സിമം ആയിരിക്കണം, ചിലയിടത്ത് മിനിമം ആയിരിക്കണം. എന്നിട്ട് എന്താ സാറേ നമുക്കത് കാണാൻ പറ്റാത്തത്? ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഇന്റർഫറൻസിന് പറയുന്ന പേരാണ് സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ്. അപ്പൊ അവിടെ ഈ 2 ലൈറ്റും കൂടെ കൂട്ടിയിടിക്കുമ്പോൾ ഇവിടെ ഇന്റർഫറൻസ് ഉണ്ടാകുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ നമുക്കത് കാണാൻ പറ്റുന്നുണ്ടോ? നോർമലി നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല. നമ്മുടെ കണ്ണുകളുണ്ടല്ല, വേറെ ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ടും അത് കാണാൻ പറ്റില്ല. ഇന്റർഫറൻസ് അവിടെ നടക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്ന ഇന്റർഫറൻസിന് നമ്മൾ പറയുന്ന പേരാണ് സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ്. ഒബ്സർവബിൾ ഇന്റർഫറൻസ് ഈസ് കാൾഡ് സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ്. നമുക്ക് ഇന്റർഫറൻസ് കാണാൻ പറ്റണമെങ്കിൽ there should be some certain criteria. നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സസിന് ചില ക്രൈറ്റീരിയകൾ ഉണ്ടാകണം. ആ ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണ്ണുകൾ കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇന്റർഫറൻസ് ഒബ്സർവ് ചെയ്യാൻ പറ്റൂ. എന്താണ് ആ ക്രൈറ്റീരിയ? 3 ക്രൈറ്റീരിയയിൽ ആദ്യത്തെ 2 ജസ്റ്റ് ഓർക്കുക. സോഴ്സസ് ഷുഡ് ബി വെരി നാരോ ആൻഡ് ദേ ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. സോഴ്സസ് വളരെ 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 നാരോ സോഴ്സ് ആയിരിക്കണം. അപ്പൊ തന്നെ തീർന്നു. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ബൾബുകളൊക്കെ വലിയ ബൾബോ അല്ലെങ്കിൽ ട്യൂബുകളായിരിക്കും. അത് പറ്റില്ല. Sources should be very narrow and they are very close to each other. അതാണ് ഒരു കണ്ടീഷൻ. Sources should be very narrow and they are very close to each other. സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്റർഫറൻസ് കിട്ടേണ്ടുന്ന അല്ലെങ്കിൽ കാണേണ്ടുന്ന സ്ഥലം ഈ സോഴ്സിൽ നിന്ന് ഇച്ചിരി ദൂരെ ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇന്റർഫറൻസ് കിട്ടുന്ന പ്ലെയിനിനെ നമുക്ക് സ്ക്രീൻ എന്ന് പറയാം. സ്ക്രീൻ ഇസ് ഇറ്റ് എ വെരി ലാർജ് ഡിസ്റ്റൻസ് ഇൻ കമ്പാരിസൺ വിത്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സുമായിട്ടുള്ള ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ക്രീൻ വളരെ ദൂരെ ഇരിക്കണം. അത് പോസിബിൾ ആണ്. ഇത് രണ്ടുമല്ല ഇമ്പോർട്ടൻറ്റ്. മൂന്നാമത്തതാണ് ഇമ്പോർട്ടൻറ്റ്. ദ സോഴ്സസ് ഷുഡ് ബി കൊഹറന്റ്. സോഴ്സസ് ഷുഡ് ബി കൊഹറന്റ്. ഈ 2 സോഴ്സുകളും കൊഹറന്റ് സോഴ്സസ് ആയിരിക്കണം. അപ്പോഴാണ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കൊഹറന്റ് സോഴ്സ്? എന്താണ് കൊഹറന്റ് സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊഹറന്റ് സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലൈറ്റ് റേസ് ഓഫ് സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം വേവ് ലെങ്ത് ആൻഡ് ദേ ആർ ഇൻ സെയിം ഫേസ്. അവർ രണ്ടുപേരും സെയിം ഫേസിലായിരിക്കണം. നിർബന്ധമില്ല, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. 2 sources of same amplitude, same wavelength, and they are in same phase or
maintain constant phase difference, then only that two sources are called coherent sources. അപ്പം നമുക്ക് ഇപ്പൊ ഇവിടെ ഇന്റർഫറൻസ് നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. കാരണം ഞാനിവിടെ 2 ലൈറ്റ് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഈ 2 ലൈറ്റിൽ നിന്നും വരുന്ന സോഴ്സിൽ നിന്നും വരുന്ന ലൈറ്റ് റൈസ് ഇവിടെ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നില്ല. ഡാർക്കും ബ്രൈറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്കും കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റണമെങ്കിലുള്ള കണ്ടീഷനാണ് ദ സോഴ്സസ് ഷുഡ് ബി വെരി നാരോ ആൻഡ് വെരി ക്ലോസ് ടു ഈച്ച് അതർ. സ്ക്രീൻ ഇസ് പ്ലേസ്ഡ് അറ്റ് എ വെരി ലാർജ് ഡിസ്റ്റൻസ് ഇൻ കമ്പാരിസൺ വിത്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സസ്. അത് രണ്ടും പറഞ്ഞില്ലെങ്കിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദ സോഴ്സസ് ഷുഡ് ബി കോഹറന്റ്. ദാറ്റ് two coherent sources, അതൊക്കെ ചോദിക്കും എക്സാമിനേഷൻ. What are coherent sources? Two sources of same amplitude, same wavelength, and they are in same phase or maintain constant phase difference, then only that two sources are called coherent sources. അപ്പോഴാണ് അടുത്ത പ്രശ്നം വരിക. സാർ, 2 സോഴ്സുകളുടെ 2 ഇൻഡിപെൻഡന്റ്, 2 ഇൻഡിപെൻഡന്റ്, അതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുമേ. 2 ഇൻഡിപെൻഡന്റ് സോഴ്സസ് ആർ നോട്ട് കോഹറന്റ്. നോട്ട് കോഹറന്റ് ആണ്. വൈ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 2 ഇൻഡിപെൻഡന്റ് സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് വേണമെങ്കിൽ സെയിം ആക്കാം. 2 പേരുടെയും വേവ് ലെങ്ത് വേണമെങ്കിലും സെയിം ആക്കാം. പക്ഷെ 2 പേരുടെയും സെയിം ഫേസിൽ കൊണ്ടുവരികയോ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യിക്കാനോ പറ്റില്ല. അപ്പൊ 2 ഇൻഡിപെൻഡന്റ് സോഴ്സ്, 2 ഇൻഡിപെൻഡന്റ് ബൾബുകളെ എടുത്ത് നമുക്ക് ഒരിക്കലും ഇന്റർഫറൻസ് കാണാൻ പറ്റില്ല. കാരണം അവർ കൊഹറന്റ് ആവില്ല. 2 ഇൻഡിപെൻഡന്റ് സോഴ്സ് ആർ നോട്ട് കൊഹറന്റ്. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഇൻഡിപെൻഡന്റ് സോഴ്സസ് മേ ഹാവ് സെയിം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് വേവ് ലെങ്ത്, ബട്ട് ദേ ആർ നോട്ട് ഇൻ സെയിം ഫേസ് ഓർ മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ഫേസ്. 2 ഇൻഡിപെൻഡന്റ് സോഴ്സ്, ഞാനത് എപ്പോഴും സാധാരണ പറയുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയും. 2 ഇരട്ടകൾ, ട്വിൻസ്, ചിലപ്പോൾ എന്തായിരിക്കും, 1 ആണും പെണ്ണുമായിരിക്കും, 2 ഡിഫറൻ്റ് ആണ്. ചിലപ്പോൾ 2 ആണായിരിക്കും, 2ന്റെ രൂപം വ്യത്യാസമായിരിക്കും. ചിലരെ എടുത്തു കഴിഞ്ഞാൽ 2 പേരും കണ്ടാൽ ഒരുപോലെ ഇരിക്കും, ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. തിരിച്ചറിയാൻ അച്ഛനും അമ്മയ്ക്കും തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത്ര സിമിലാരിറ്റിയോടെ. പക്ഷേ അവർക്ക് അവരുടെ ചിന്തകൾ വ്യത്യസ്തമായിരിക്കും. വേണ്ട, ഒരു എക്സാമിനേഷൻ നടത്തിയാൽ അവർക്ക് കിട്ടുന്ന മാർക്കുകൾ ഡിഫറൻ്റ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം 2 പേരും ഒരുപോലെയാണ്, ഒരേ ഹൈറ്റ്, ഒരേ വെയിറ്റ്, ഒരുപോലെ കാണാൻ, എല്ലാം ഒരുപോലെയാണെങ്കിലും അവരുടെ എക്സാമിനേഷൻ നടത്തിയാൽ അവരുടെ തിങ്കിങ് പവർ വ്യത്യാസമായിരിക്കും. എന്ന് പറയുന്നത് പോലെ ഈ 2 ഇൻഡിപെൻഡന്റ് സോഴ്സ് എടുത്താൽ their amplitude may be same, വേവ് ലെങ്ത് മേ ബി സെയിം, അതാ. പക്ഷേ അവരുടെ സെയിം ഫേസ് വരികയോ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് അവർ മെയിൻറ്റെയിൻ ചെയ്യുകയോ ചെയ്യില്ല. അതുകൊണ്ട് 2 ഇൻഡിപെൻഡന്റ് സോഴ്സസ് കൊഹറന്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ബൈ യൂസിങ് 2 ഇൻഡിപെൻഡന്റ് സോഴ്സസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഒബ്സർവ് ഇന്റർഫറൻസ്. 2 ഇൻഡിപെൻഡന്റ് സോഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഇന്റർഫറൻസ് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ 2 ലൈറ്റ് കത്തിച്ചിട്ടാലും ഇന്റർഫറൻസ് നടക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഈ 2 ഇൻഡിപെൻഡന്റ് സോഴ്സസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഈ പോയിന്റിൽ ഇടയ്ക്ക് ബ്രൈറ്റിന്റെ കണ്ടീഷൻ ആയിരിക്കും, പെട്ടെന്ന് അത് മാർക്ക് ഡാർക്കിന്റെ ആവും. അങ്ങനെ പാത്ത് ഡിഫറൻസ് ഇങ്ങനെ മാറി പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ബ്രൈറ്റ് ഡാർക്ക് മാറി വരുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്തായിട്ട് തോന്നും? ബ്രൈറ്റ് ആയിട്ട് തോന്നും. ഒരു സിമ്പിൾ ഒരു എക്സാമ്പിളോടെ ഞാൻ പറഞ്ഞ് നിർത്താം. നമ്മുടെ വീട്ടിൽ ചെന്ന് നമ്മുടെ കട്ടിൽ നമ്മൾ കിടന്നുകൊണ്ട് മുകളിലേക്ക് നോക്കുക, ഫാൻ ഓഫ് ആക്കിയിട്ടിരിക്കുകയാണെന്ന് കരുതുക. ഒരു ഫാൻ ഓഫാക്കി കിടക്കുമ്പോൾ അതിനകത്ത് 3 ലീഫുകൾ കൊണ്ട് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ താഴെ ഒന്ന് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ സപ്പോസ് അത് ബ്ലാക്ക് ഫാനാണെന്ന് കരുതുക. ഫാനിൻ്റെ ലീഫുകൾ ഇരിക്കുന്ന സ്ഥലം നമുക്ക് ഡാർക്കായിട്ടും അതിൻ്റെ ഇടയിലുള്ള സ്ഥലം നമുക്ക് ബ്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. അതാണ് സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ്. കാരണം ഈ ഫാനിൻ്റെ ലീഫ് അനങ്ങാതൊരിടത്ത് നിൽക്കുന്നു. പക്ഷേ അപ്പോൾ അനങ്ങാതെ നിൽക്കുമ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ഡാർക്ക്, അതിൻ്റെ ഇടയിലുള്ള റീജിയനെല്ലാം ബ്രൈറ്റുമായിരിക്കും. ഈ ഫാൻ കറങ്ങി തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? ഈ ഭാഗത്ത് ഡാർക്ക് ബ്രൈറ്റ് മാറി വരും. നല്ല സ്പീഡിൽ ഫാൻ കറങ്ങുകയാണെങ്കിൽ അവിടെ ഫാൻ ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല. കണ്ടിന്യൂസ് മുകളിലത്തെ വൈറ്റ് ആയിട്ടുള്ള റീജിയൻ നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഈ പോയിന്റിൽ ഡാർക്ക് മാറി ബ്രൈറ്റ് ആകുന്നു, അടുത്ത ഡാർക്ക് വരുന്നു, ബ്രൈറ്റ് ആകുന്നു, അടുത്ത, അങ്ങനെ ഡാർക്കും ബ്രൈറ്റും മാറി വരികയാണെങ്കിൽ ദാറ്റ് ഈസ് appears as continuously bright. അതാണ് ഇവിടെ സംഭവിക്കുക. 2 ഇൻഡിപെൻഡന്റ് സോഴ്സ് ആണെങ്കിൽ ഹിയർ ദ കണ്ടീഷൻ ഫോർ ഡാർക്ക്നെസ് ആൻഡ് ബ്രൈറ്റ്നെസ് ആർ കണ്ടിന്യൂസ്ലി ചേഞ്ചസ് ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ദാറ്റ് പോയിന്റ് വിൽ അപ്പിയേഴ്സ് ആസ് ബ്രൈറ്റ്. പക്ഷേ കൊഹറന്റ് സോഴ്സസ് ആണെങ്കിൽ 2 പേരും സെയിം ഫേസ് ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ ഇവിടെ എപ്പോഴും ഡാർക്കിന്റെ കണ്ടീഷൻ ആണെങ്കിൽ ഫുള്ളി ഡാർക്ക് തന്നെയായിരിക്കും.
By using two coherent sources at a particular point, the condition for darkness or brightness is continuously satisfied. Two independent sources at a particular point, the condition for darkness and brightness are continuously changes. Therefore, that point is continuously appears as bright. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എല്ലാം ബ്രൈറ്റ് ആയിട്ട് കാണും. ഇവിടെ രണ്ട് ബൾബിരിവുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഡാർക്കും ബ്രൈറ്റും കാണാൻ പറ്റാത്തതിന് കാരണം ഈ ഒരു പോയിന്റ് എടുത്താൽ ഇവിടെ അവിടെ നിന്ന് വരുന്ന ലൈറ്റ് ഇവിടെ നിന്ന് വരുന്ന ലൈറ്റും കൂടെ കൂട്ടിയിടിക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഡാർക്കിന്റെയും ബ്രൈറ്റിന്റെയും കണ്ടീഷൻസ് മാറി മാറി വരും. Therefore, that point is always appears as bright. അതാണ് അതിന്റെ കണ്ടീഷൻ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്റർഫറൻസ് കാണാൻ പറ്റണമെങ്കിൽ എന്തായിരിക്കണം? There are certain conditions. That is for sustained interference or constant interference or stable interference. What are the conditions? The sources should be very small and close to each other. Screen is placed at a very large distance, and third one, very important, the sources should be coherent. What are coherent sources? Two light sources of same amplitude, same wavelength, and they are in same phase or maintain constant phase difference. Then only the two sources are called coherent sources. Two independent sources are never coherent. And independent source ഒരിക്കലും coherent ആവില്ല. എന്തുകൊണ്ട്? Why? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ sometimes their amplitude and wavelength may same, but they do not maintain same phase or constant phase difference അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ചോദിക്കും, സാറേ അപ്പോൾ നമുക്ക് ഇന്റർഫറൻസ് കാണാൻ പറ്റില്ലേ? ഇന്റർഫറൻസ് കാണാൻ പറ്റില്ലേ? കാണാൻ പറ്റും. അയ്യോ അങ്ങനെ കൊഹറന്റ് സോഴ്സിന് നമ്മൾ എടുക്കും. അപ്പോൾ പറയും, നിങ്ങൾ പറയാം സാറേ രണ്ട് ഇൻഡിപെൻഡന്റ് സോഴ്സ് കൊഹറന്റ് അല്ലല്ലോ. നമ്മളല്ല, പിന്നെ എങ്ങനെ ഇന്റർഫറൻസ് കാണാൻ പറ്റും? ഇന്റർഫറൻസ് കാണാൻ ഒരു സിംഗിൾ സോഴ്സിൽ നിന്നും രണ്ട് സോഴ്സസിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? കൊഹറന്റ് സോഴ്സ് ആർ ക്രിയേറ്റഡ് ഫ്രം എ സിംഗിൾ സോഴ്സ്. അങ്ങനെ നമുക്ക് കൊഹറന്റ് സോഴ്സിനെ നമുക്ക് മൂന്ന് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് ഒരു മെത്തേഡാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. രണ്ടാമത്തത് ഫ്രനൽസ് ബൈപ്രിസം. അതൊന്നും നമുക്ക് ഇപ്പോൾ പഠിക്കാനല്ല, പണ്ട് പഠിക്കാനുണ്ടായിരുന്നു, ഇപ്പോൾ പഠിക്കാനില്ല. മൂന്നാമത്തത് ലോയിഡ്സ് മിറർ. ഇത് രണ്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ള യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ്. എന്താണ് യങ്സ് ഡബിൾ സ്ലിറ്റ്? വേറൊന്നുമില്ല, ഒരു സ്ക്രീനാണ് നമ്മൾ എടുക്കുന്നു, അതിനകത്ത് രണ്ട് ഹോളുകൾ ഇടുന്നു, എന്നിട്ട് ഇപ്പുറത്ത് നമ്മളൊരു ബൾബ് കത്തിച്ചു വയ്ക്കുന്നു. ആ ബൾബിൽ നിന്നും വരുന്ന ലൈറ്റ് റേസ് ഇതിനകത്തുകൂടി ഇറങ്ങി പുറത്തേക്ക് വരും. ഇങ്ങനെയാണ് സാധാരണ വരയ്ക്കുക. രണ്ട് സ്ലിറ്റുകൾ, അതിൻ്റെ ഇവിടെ ഒരു സോഴ്സിനെ എടുത്ത് വെക്കും. ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേതായി വേവ് ഫ്രണ്ട് ഇവിടെ വന്ന് വീണിട്ട് ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി പുറത്തേക്ക് വരും, ഇവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരും. ഈ വരുന്ന ലൈറ്റ് റേസ് തമ്മിൽ കൂട്ടിയിടിക്കുന്നു, ഇന്റർഫിയർ ചെയ്യുന്നു, അതിന്റെ ഫലമായിട്ട് ഇന്റർഫറൻസ് ബാലൻസ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ സോഴ്സ് ആയതുകൊണ്ട്, ഒരു സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ആയതുകൊണ്ട് രണ്ടുപേരുടെയും വേവ് ലെങ്ത് സെയിം ആയിരിക്കും, രണ്ടുപേരുടെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കും. രണ്ടുപേരും ഇത് ഓർത്തോണം. ഞാൻ ഇനിയും പറയുന്ന പോയിന്റ് ഒന്ന് ഓർക്കുക. ഈ എടുത്തിരിക്കുന്ന സ്ക്രീനിന്റെ രണ്ട് സ്ലിറ്റുകൾ, ഈ സ്ലിറ്റിന്റെ സെന്റർ ഇതാണ്. ആ സെന്ററിന് നേരെയാണ് സോഴ്സ് വയ്ക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേയും ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേയുടെയും പാത്ത് സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇവർ രണ്ടുപേരും സെയിം ഫേസിലായിരിക്കും. ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേയും ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് ഇങ്ങനെ ഇറങ്ങി വരും. ഈ ലൈറ്റ് റേസ് എന്തിലായിരിക്കും? സെയിം ഫേസിലായിരിക്കും. ഇനി ഈ സോഴ്സിന് ഇച്ചിരി മേളോട്ട് കയറ്റി വെച്ചാൽ ഈ ഡിസ്റ്റൻസും ഡിഫറൻ്റ് ആവും. അപ്പോൾ ഇവിടെ ഒരു പാത്ത് ഡിഫറൻസ് ഉണ്ടാവും. അതിന്റെ ഫലമായിട്ടൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ആ ഫേസ് ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യും. ഒന്നുകിൽ സെയിം ഫേസിലായിരിക്കണം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ നിങ്ങൾ അത് ചിന്തിക്കേണ്ട. അപ്പൊ നമ്മൾ എങ്ങനെയാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റുകൾ? അപ്പൊ വാട്ട് ആർ ഇന്റർഫറൻസ്? ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു. ചേഞ്ച് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ഡ്യൂ ടു സൂപ്പർപോസിഷൻ ഓഫ് ടു ഓർ മോർ വേവ്സ് ഇൻ എ മീഡിയം ഈസ് കാൾഡ് ഇന്റർഫറൻസ്. What are the type of interference? Constructive and destructive interference. What is constructive interference? When crest of one wave falls over the crest or trough of one wave falls over the trough, then the intensity is maximum. That is called constructive interference. What is destructive interference? When crest of one wave falls over the trough of the other or trough of one wave falls over the crest of the other, then that is called destructive interference. What is the mathematical analysis of constructive interference, or what is a condition for constructive and destructive interference?
അതിനാണ് നമ്മൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ലാസ്റ്റ് പഠിച്ചത്. ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞത് when two light rays of amplitudes A1 and A2 of intensity I1 and I2 are superimposed in a medium with a phase difference phi, then the resultant amplitude at the point of interference is equal to root of A1 square plus A2 square plus 2A1 A2 cos phi. Resultant intensity is equal to A1 square plus A2 square plus 2A1 A2 cos phi. I maximum is equal to A1 plus A2 the whole square when path difference delta is equal to n lambda, where n is equal to 0, 1, 2, 3, 4, etc. And minimum destructive interference or minimum intensity I minimum is equal to A1 minus A2 the whole square when path difference delta is equal to 2n minus 1 into lambda by 2, where n is equal to 1, 2, 3, 4, etc. പിന്നെ നമ്മൾ sustained interference. Observable interference is called sustained interference. What are the conditions for observing interference or observing sustained interference? There are three conditions. First one is the sources should be very small and they are very close to each other. Second, the screen is placed at a very large distance with the sources. Third one is very important, that is the sources should be coherent. What are coherent sources? Two light rays sources of same amplitude, same wavelength, and they are in same phase or maintain constant phase difference, then only that two waves are called, sources are called coherent sources. Two independent sources never coherent. Why? Two independent sources may have same amplitude and wavelength, but they do not maintain same phase or constant phase difference. Therefore, two independent sources are coherent. Then how will you observe a sustained interference? That is by forming two coherent sources. What are the different ways to form coherent sources? മൂന്ന് വേ ആണ്. ഒന്ന് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, രണ്ടാമത്തത് ഫ്രനസ് ബൈപ്രിസം, മൂന്നാമത്തത് ലോയിസ് മിറർ. അത് രണ്ടും നമുക്ക് വേണ്ടത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഒരിക്കൽ എക്സാമിനേഷന് ഈ ഷോർട്ട് ഫോം തന്നെ ചോദിച്ചു. YDSE, ഇൻ YDSE എന്ന് കേൾക്കുമ്പോൾ ഞെട്ടിയിരിക്കരുത്, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ്. ഇതിനകത്ത് എങ്ങനെയാണ് കോഹറന്റ് സോഴ്സസിനെ ഉണ്ടാക്കുക? ഒരു സ്ക്രീൻ എടുക്കുന്നു, അതിനകത്ത് രണ്ട് ഹോൾ ഇടുന്നു, ഇതിനെ രണ്ടിനെയും രണ്ട് സോഴ്സസ് ആയിട്ട് എടുക്കുന്നു, S1 ആൻഡ് S2. എന്നിട്ട് അതിന്റെ കറക്റ്റ് സെന്ററിൽ കൊണ്ടുവന്ന് നമ്മൾ വേറൊരു ലൈറ്റ് സോഴ്സിന് വയ്ക്കുന്നു. ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് വേവ് ഫ്രണ്ട്സ് ഇതിനകത്ത് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ലൈറ്റ് ഇതിനകത്ത് കൂടി ഇറങ്ങി പുറത്തേക്ക് വരുന്നു. അതിങ്ങനെ ക്രസ്റ്റ് ട്രഫുകളായിട്ട് ഇങ്ങനെ ഇറങ്ങി പുറത്തേക്ക് വരും. ഈ വരുന്ന ക്രസ്റ്റുകളും ട്രഫുകളും ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? ഇവിടെ വെച്ച് കൂട്ടിയിടിക്കുന്നു. അങ്ങനെ കൂട്ടിയിടിക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഇന്റർഫറൻസ് ഉണ്ടാകുന്നു. ആ ഇന്റർഫറൻസ് ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ചില പോയിന്റുകളിൽ where the crest of one wave falls over the crest of the other, then the resultant intensity is maximum. ക്രസ്റ്റും ട്രഫും അങ്ങനെ വീഴുന്ന പോയിന്റുകളിലെ ഇന്റൻസിറ്റി മാക്സിമം ആയിരിക്കും. ക്രസ്റ്റും ട്രഫും കൂടെ വീഴുന്ന പോയിന്റുകളിൽ ഇന്റൻസിറ്റി മിനിമം ആയിരിക്കും. ഇതിന്റെ ഒരു ഫിഗർ ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ആദ്യമേ നിങ്ങൾ നോക്കുക. ഇതാണ്. ഇവിടെ നമ്മൾ സോഴ്സിനെ എടുത്ത് വെക്കുന്നു. ഈ സോഴ്സിൽ നിന്നും വരുന്ന വേവ് ഫ്രണ്ട്സ് ഇതിനകത്തൂടി ഇറങ്ങി പുറത്തേക്ക് വരുന്നു. ട്രഫ് ക്രസ്റ്റ് എക്സെട്ര. ഇവിടെയും ട്രഫ് ക്രസ്റ്റ് എക്സെട്ര. നോക്കുക, ഇവിടെ ഈ പോയിന്റിൽ ഇതിന്റെ ഈ ക്രസ്റ്റും കൂടെ കൂട്ടിയിടിക്കുന്നു. ഇവിടെയാണെങ്കിൽ ട്രഫും കൂടെ കൂട്ടിയിടിക്കുന്നു, ക്രസ്റ്റും കൂടെ കൂട്ടിയിടിക്കുന്നു. അപ്പൊ ഈ ഒരു ലൈനിൽ എല്ലായിടത്തും ക്രസ്റ്റും ക്രസ്റ്റും. അപ്പൊ അവിടെ എല്ലാം എന്തായിരിക്കും? ബ്രൈറ്റിന്റെ ഈ ഒരു ലൈനിൽ എല്ലായിടത്തും ബ്രൈറ്റിന്റെ കണ്ടീഷൻ ഉണ്ടാകുന്നു. അതുകൊണ്ട് സ്ക്രീനിൽ ആ പോയിന്റ് എന്തായിട്ട് കാണപ്പെടുന്നു? ബ്രൈറ്റ് ആയിട്ട് കാണപ്പെടുന്നു. ദിസ് പോയിന്റ് വിൽ അപ്പിയേഴ്സ് ആസ് ബ്രൈറ്റ്. എന്നാൽ ഈ പോയിന്റിലാണെങ്കിൽ ഒരു ക്രസ്റ്റും ട്രഫും കൂടെ കൂട്ടിയിടിക്കുന്നു, ക്രസ്റ്റും ട്രഫും. അപ്പൊ ഈ ഒരു ലൈൻ എല്ലായിടത്തും ക്രസ്റ്റും ട്രഫും കൂട്ടിയിടിക്കുന്നതിന്റെ ഫലമായിട്ട് ദാറ്റ് പോയിന്റ് വിൽ അപ്പിയേഴ്സ് ആസ് ഡാർക്ക്. വീണ്ടും ഇപ്പുറത്തെ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ക്രസ്റ്റ്, ഇവിടെയാണെങ്കിൽ ട്രഫ്, ട്രഫ്, അങ്ങനെ ഇവരെല്ലാവരും കൂടിയിടിക്കുന്നതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ കംപ്ലീറ്റ്, ഈ ഒരു ലൈനിൽ കംപ്ലീറ്റ് ബ്രൈറ്റിന്റെ കണ്ടീഷനാണ്. ദിസ് പോയിന്റ് വിൽ അപ്പിയേഴ്സ് ആസ് ബ്രൈറ്റ്, ദെൻ ഡാർക്ക്.
അതുപോലെ ഇപ്പുറത്തേക്ക് ഇവിടെയാണെങ്കിൽ ഡാർക്ക്, പിന്നെ ഇവിടെ ബ്രൈറ്റ്, ഡാർക്ക്, ബ്രൈറ്റ്, എക്സെട്ര. Therefore, central point will appear as bright and alternative dark and bright fringes are observed on either sides. അവിടെ നമുക്ക് ആക്ച്വലി കിട്ടുന്ന എങ്ങനെയാണെന്ന് അറിയാം, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് ഇവിടെ ഒരു ബ്രൈറ്റ്, സെൻട്രൽ പോയിന്റ് വിൽ അപ്പിയേഴ്സ് ആസ് ബ്രൈറ്റ്, പിന്നെ ഒരു ഡാർക്ക്, പിന്നെ ഒരു ബ്രൈറ്റ്, ഡാർക്ക്, ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ മിനിമം ഇന്റൻസിറ്റി വരുന്നതല്ല, ഇതെല്ലാം ഡാർക്കാണ്, ഇത് ബ്രൈറ്റ് ആണ്, ഇത് ബ്രൈറ്റ് ആണ്, ഇത് ഡാർക്കാണ്, ബ്രൈറ്റ്, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുക. നമുക്ക് പിന്നീട് പറയാം. അപ്പൊ എന്തായാലും ഇതിന്റെ കറക്റ്റ് സെന്റർ പോയിന്റ് വിൽ അപ്പിയേഴ്സ് ആസ് ബ്രൈറ്റ്, സെന്റർ പോയിന്റ് വിൽ അപ്പിയേഴ്സ് ആസ് ബ്രൈറ്റ്. എന്തുകൊണ്ട് അത് നമുക്ക് പറയാം. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. അപ്പൊ ഇവിടെ നിന്ന് വരുന്ന ക്രസ്റ്റ് ട്രഫുകൾ വരുന്നു, ഇവിടെ നിന്ന് ക്രസ്റ്റ് ട്രഫ് ഇവരെല്ലാവരും കൂടെ ഇവിടെ ഇന്റർഫിയർ ചെയ്യുന്നു. ഇന്റർഫിയർ ചെയ്യുമ്പോൾ എവിടെയാണോ ക്രസ്റ്റും കൂടെ കൂട്ടിയിടിക്കുക അവിടെ ബ്രൈറ്റ് ആയിരിക്കും, എവിടെയാണോ ട്രഫും കൂടെ കൂട്ടിയിടിക്കുക അവിടെയും ബ്രൈറ്റ് ആയിരിക്കും. നമ്മൾ നോക്കി വരുമ്പോൾ ഒരേ ലൈനിൽ എല്ലായിടത്തും ബ്രൈറ്റിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. Therefore, this point will appears as bright. ഈ ഒരു ലൈനിൽ എല്ലായിടത്തും ഡാർക്കിന്റെ കണ്ടീഷൻ, ഈ ഒരു ലൈനിൽ എല്ലായിടത്തും ബ്രൈറ്റിന്റെ കണ്ടീഷൻ, ഇവിടെ എല്ലാം ഡാർക്കിന്റെ കണ്ടീഷൻ, എക്സെട്ര. അതുപോലെ തിരിച്ചു താഴേക്ക്. അപ്പൊ ചോദിക്കുക, എന്തുകൊണ്ടാണ് സാറേ ഈ പോയിന്റ് ബ്രൈറ്റ് ആയത്? എന്തുകൊണ്ടാ അത് ബ്രൈറ്റ് ആകാനുള്ള കാര്യം നമുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർക്കുക. അതിന്റെ കാരണം ഇങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ രണ്ട് സോഴ്സും നമ്മൾ എടുത്തു വെച്ചിട്ട് ഇവിടെയാണല്ലോ നമ്മളൊരു സ്ക്രീൻ വെച്ചിരിക്കുക. ഇവിടെ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ലൈറ്റ് റേ വരുന്നു, ഇവിടെ നിന്നും വരുന്ന ലൈറ്റ് റേസ് ഇവിടെ വന്ന് കൂട്ടിയിടിക്കുമ്പോൾ രണ്ടുപേര് ഈക്വൽ ഡിസ്റ്റൻസിലായതുകൊണ്ട് അവരുടെ പാത്ത് ഡിഫറൻസ് അവിടെ 0 ആയിരിക്കും. ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേയുടെ പാത്തും ഈ പാത്ത് ഈക്വൽ ആണ്. Therefore, പാത്ത് ഡിഫറൻസ് ഡെൽറ്റയുടെ വാല്യൂ 0 ആണ്. പാത്ത് ഡിഫറൻസ് ഡെൽറ്റ 0 വന്നാൽ ആ പോയിന്റ് എന്തായിട്ട് മാറും? ബ്രൈറ്റ് ആയിട്ട് മാറും. ഇനി മുകളിലേക്ക് പോകുന്തോറും ഇവന്റെ ലെങ്ത് കുറഞ്ഞു വരും, ഇവന്റെ ലെങ്ത് കൂടി വരും. അപ്പൊ പാത്ത് ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെ ഈ പാത്ത് ഡിഫറൻസ് എവിടെയാണോ λ/2 വരുന്നത് ആ പോയിന്റ് ഡാർക്ക് ആവും. വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? പാത്ത് ഡിഫറൻസ് വീണ്ടും കൂടി വരും. കൂടി എപ്പോഴാണോ അത് 2λ/2 വരുന്നത് അത് വീണ്ടും ബ്രൈറ്റ് ആവും. വീണ്ടും ചെല്ലുമ്പോൾ 3λ/2 വരുന്നിടം ഡാർക്ക് ആവും, 4λ/2 വരുന്നിടം ബ്രൈറ്റ് ആവും. അപ്പൊ അങ്ങനെയാണ്, അതുകൊണ്ടാണ് മോളോട്ട് പോകുന്നത്. അതുപോലെ തന്നെ താഴെ എടുക്കുകയാണെങ്കിൽ ഇവിടത്തെ ലെങ്ത് കൂടും, ഇവിടത്തെ ലെങ്ത് കുറയും. അപ്പോൾ ഇവിടെയും λ/2 വരുന്നിടം ഡാർക്ക് ആവും, 2λ/2 വരുന്നിടം ബ്രൈറ്റ് ആവും, 3λ/2 വരുന്നിടം ഡാർക്ക് ആവും. സെൻട്രൽ പോയിന്റില് പാത്ത് ഡിഫറൻസ് 0. Therefore, that point will appear as bright. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഫസ്റ്റ് സെൻട്രൽ ഡാർക്കിന്റെ പാത്ത് ഡിഫറൻസ് 0, സെൻട്രൽ ബ്രൈറ്റിന്റെ. അടുത്ത ഡാർക്കിന്റെ പാത്ത് ഡിഫറൻസ് λ/2, അടുത്ത ബ്രൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് 2λ/2, 3λ/2, 4λ/2. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരു ഡാർക്കും ബ്രൈറ്റും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്ര? λ/2. ഒരു ബ്രൈറ്റും അടുത്ത ബ്രൈറ്റുമായിട്ടുള്ള പാത്ത് ഡിഫറൻസ് എത്ര? 2λ/2. ദാറ്റ് ഈസ് λ. മനസ്സിലാകുന്നു? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴേക്ക് നമ്മൾ അന്തം വിട്ടിരുന്ന് പോയിട്ട്, ഒരു ഡാർക്കും അടുത്ത ബ്രൈറ്റ് തൊട്ടടുത്തിരിക്കുന്ന ബ്രൈറ്റുമായിട്ടുള്ള പാത്ത് ഡിഫറൻസ് λ/2, ഒരു ബ്രൈറ്റും അടുത്ത ബ്രൈറ്റുമായിട്ടുള്ള പാത്ത് ഡിഫറൻസ് 2λ/2, ഒരു ഡാർക്കും അടുത്ത ഡാർക്കുമായിട്ട് 2λ/2, ഒരു ഡാർക്കിൽ നിന്നും അടുത്ത ഡാർക്കിലേക്കുള്ളതും 2λ/2, 3λ/2 λ/2 പോയി കഴിഞ്ഞാൽ 2λ/2, ദാറ്റ് ഈസ് ഈക്വൽ ടു λ. അപ്പൊ വാട്ട് ഈസ് ആ path difference between a bright and dark? That is λ/2. അടുത്ത ഡാർക്കും അടുത്ത ബ്രൈറ്റുമായിട്ട് വീണ്ടും ഒരു λ/2. അപ്പോൾ ഒരു ബ്രൈറ്റുമായിട്ട് ഉണ്ടാകുന്നത് 2λ/2. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ ചെയ്യാൻ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാര്യം കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. നമ്മൾ ഇനി നേരെ ചെയ്യാൻ പോകുന്നത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോവുക. അപ്പൊ നമ്മൾ പറയുന്നു, കൺസിഡർ two slits S1 and S2. They are separated by a distance of D. ആ സോഴ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D ആണ്.
ഇതാണ് S1, S2. And a screen which is placed at a distance capital D from the slit. സ്ലിറ്റുകളിൽ നിന്നും ക്യാപിറ്റൽ D ഡിസ്റ്റൻസ് അകലത്തിൽ നമ്മൾ ഇതിനെ എടുത്തു വെച്ചിരിക്കുന്നു. ഇതാണ് സ്ലിറ്റിന്റെ സെന്റർ. ഇവിടെ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് ലൈൻ വരയ്ക്കുന്നു. ഇതിനെ ഞാൻ O എന്ന് എടുക്കുന്നു, ഇതിനെ ഞാൻ O' എന്ന് എടുക്കുന്നു. When a source of light S is illuminated and placed here, light ray from the source is incident on the slits S1 and S2. ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേ S1 into S2. ലൈറ്റ് റേ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു. These two slits S1 and S2 behaves like two independent sources and they are coherent. ഈ രണ്ട് സോഴ്സുകളും ഇൻഡിപെൻഡന്റ് ആണ്, പക്ഷെ അവർ രണ്ടുപേരും കൊഹറന്റ് ആണ്. ലൈറ്റ് റേ ഫ്രം ദീസ് ടു സോഴ്സസ് ഇന്റർഫിയർ ഹിയർ, നമ്മൾ നേരത്തെ പറഞ്ഞത്. ആൻഡ് ഡ്യൂ ടു ദിസ് ഇന്റർഫറൻസ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആർ ഒബ്സർവ്ഡ് ഓൺ ദ സ്ക്രീൻ. Here the central point on the screen will appear as bright because the light ray from these two sources reaches at the point with zero path difference. Therefore, that point O will appear as bright. അപ്പോൾ സെൻട്രൽ പോയിന്റ് ബ്രൈറ്റ് ആയിട്ട് കാണപ്പെടും. ആൻഡ് ഓൾട്ടർനേറ്റീവ് ഡാർക്ക് ആൻഡ് അപ്പൊ ഇവിടെ ബ്രൈറ്റ് ആയിട്ട് കാണപ്പെടുന്നു. ആൻഡ് ദെൻ ഓൾട്ടർനേറ്റീവ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആർ ഒബ്സർവ്ഡ് ഓൺ എയ്തർ സൈഡ്സ്. രണ്ട് സൈഡിലും ഓൾട്ടർനേറ്റീവ് ഡാർക്കും ബ്രൈറ്റും ഫ്രിഞ്ചസ് ഇങ്ങനെ വരും. ഇത് ഒരു സൈഡിലേക്ക് മറു സൈഡിലേക്കും അതുപോലെ തന്നെ വരും. ഇങ്ങനെ നമ്മൾ ഈ ഫ്രിഞ്ചിന് പറയുന്ന പേരാണ് സെൻട്രൽ ബ്രൈറ്റ്. ശ്രദ്ധിച്ചോടെ ഞാൻ പറയുന്നത്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഫസ്റ്റ് ബ്രൈറ്റ്, ഇതിന് പറയുന്ന പേരാണ് സെക്കൻഡ് ബ്രൈറ്റ്, ഇതിന് പറയുന്ന പേരാണ് തേർഡ് ബ്രൈറ്റ്, ഇതിന് പറയുന്ന പേരാണ് ഫോർത്ത് ബ്രൈറ്റ്. അതുപോലെ താഴേക്ക് എടുക്കുകയാണെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് ഫസ്റ്റ് ബ്രൈറ്റ്, സെക്കൻഡ് ബ്രൈറ്റ്, തേർഡ് ബ്രൈറ്റ് ആൻഡ് ഫോർത്ത് ബ്രൈറ്റ് എക്സെട്ര. ഇതുപോലെ ഇതിന് പറയുന്ന പേരാണ് സെൻട്രൽ ഡാർക്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം സെൻട്രലിൽ ബ്രൈറ്റ് ആയിപ്പോയി, സെൻട്രൽ ഡാർക്കിൽ. അതുകൊണ്ട് ഇതിന് പറയുന്ന, അതിന് സെൻട്രൽ ഡാർക്ക് ഇല്ല, ഇതിന് പറയുന്ന പേരാണ് ഫസ്റ്റ് ഡാർക്ക്, സെക്കൻഡ് ഡാർക്ക്, തേർഡ് ഡാർക്ക്, ഫോർത്ത് ഡാർക്ക് എക്സെട്ര. താഴോട്ടും ഫസ്റ്റ് ഡാർക്ക്, സെക്കൻഡ് ഡാർക്ക്, തേർഡ് ഡാർക്ക്, ഫോർത്ത് ഡാർക്ക് എക്സെട്ര. ഏകദേശം ഒരു ധാരണയായല്ലോ, ഏകദേശം ഒരു ധാരണ. ഇതൊന്നുമല്ല, നമുക്ക് ഡിറൈവ് ചെയ്യാൻ വേറെ സാധനമുണ്ട്, അത് പിന്നീട് പറയാം. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ, അപ്പൊ ഇവിടത്തെ പാത്ത് ഡിഫറൻസ് 0 ആയിരിക്കും. ഇവിടത്തെ പാത്ത് ഡിഫറൻസ് λ/2, 2λ/2, 3λ/2, 4λ/2, 5λ/2 എക്സെട്ര. ഇത് മനസ്സിലിട്ടേക്കാം. നമ്മൾ ഇനി പഠിക്കാൻ പോണ ഇതാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ പഠിത്തവും അതുമായിട്ടൊരു ബന്ധവും തൽക്കാലം ഇല്ല. നമുക്കിവിടെ വേണ്ടുന്ന സാധനം ഈ O എന്ന് പറയുന്ന പോയിന്റ് ബ്രൈറ്റ് ആയിട്ട് കാണപ്പെടുന്നു. ഞാൻ ഇവിടെ ഒരു P എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. കൺസിഡർ എ പോയിന്റ് P വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം O. ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, സാർ ആ P എന്ന് പറയുന്ന പോയിന്റ് ബ്രൈറ്റ് ആണോ ഡാർക്ക് ആണോ? അപ്പം എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു നമുക്ക് കണ്ടീഷൻ നമുക്ക് പറഞ്ഞു നോക്കാം. അത് ബ്രൈറ്റ് ആണെന്ന് ഇരിക്കട്ടെ. P എന്ന് പറയുന്ന പോയിന്റ് അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് x ആണ്, അത് ബ്രൈറ്റ് ആണെന്നിരിക്കട്ടെ. അതെങ്ങനെ പറയും സാർ? നോക്കാം. ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേ ഏതാ ഇവിടെ എത്തിച്ചേരുന്നു. ലൈറ്റ് റേ ഫ്രം ദ സോഴ്സ് S1 റീച്ചസ് അറ്റ് ദ പോയിന്റ് P. ലൈറ്റ് റേ ഫ്രം ദ സോഴ്സ് S2 ഈസ് ആൾസോ റീച്ചസ് അറ്റ് ദ പോയിന്റ് P.
ഇവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. പെർപെൻഡിക്കുലർ ലൈൻ. ഈ ഡിസ്റ്റൻസും ഈക്വൽ ആണ്. അപ്പോൾ ഇതിനെ എന്താ നമ്മൾ എടുത്തിരിക്കുന്നത്? S1. ഈ പോയിന്റ് എന്താണ്? S2. ഞാൻ ഇതിനെ Q എന്നെടുക്കുന്നു. ശരിക്കും ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് പാത്ത് ഡിഫറൻസ് ഡെൽറ്റ. കാരണം S1Pയും QPയും ഈക്വൽ ആണ്. ഇത് ഈക്വൽ ആണ്. അപ്പോൾ ഇത്രയുമാണ് അഡീഷണൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ്. Therefore, path difference of the light ray at the point P from the sources S1 and S2 at the point P with a path difference of delta. ഈ ഡെൽറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ആ ഡെൽറ്റയുടെ വാല്യൂ ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് λ/2 ആണെങ്കിൽ ആ പോയിന്റ് ബ്രൈറ്റ് ആയിരിക്കും. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് λ/2 ആണെങ്കിൽ ദാറ്റ് പോയിന്റ് വിൽ അപ്പിയേഴ്സ് ആസ് ഡാർക്ക്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഈ പാത്ത് ഡെൽറ്റയുടെ വാല്യൂ എല്ലാം വരികയാണെങ്കിൽ ദാറ്റ് പോയിന്റ് വിൽ അപ്പിയേഴ്സ് ആസ് ബ്രൈറ്റ്. 2n-1 into lambda. അതെപ്പോഴും മറന്നു പോരുത്. ബ്രൈറ്റ്നെസിന്റെ കണ്ടീഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു n lambda. ഡാർക്ക്നെസിന്റെ കണ്ടീഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2n-1 into lambda ഡിവൈഡഡ് ബൈ 2. ഈ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ ആ പോയിന്റ് അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പാത്ത് ഡിഫറൻസ് ഡെൽറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് ഞാൻ ചെയ്യാൻ പോണത് O ഡാഷിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. ഇവിടെ O'OP എന്ന് പറയുന്ന ട്രയാങ്കിളും O'OP എന്ന് പറയുന്ന ട്രയാങ്കിളും S1 S2 Q എന്ന് പറയുന്ന ട്രയാങ്കിളും സിമിലർ ആണ്. S1 S2 Q എന്ന് പറയുന്ന ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ്. അപ്പൊ ട്രയാങ്കിൾസ് O'OP ആൻഡ് S1 S2 Q ആർ സിമിലർ ട്രയാങ്കിൾസ്. ഇതാണ് ഇവിടത്തെ ഹൈപ്പോട്ടിനസ്. ഇതാണ്. X എന്ന് പറയുന്ന സൈഡിന് ഇക്വലന്റ് ആണ് ഡെൽറ്റ. ഫ്രം ദീസ് ടു സിമിലർ ട്രയാങ്കിൾസ് എന്തെഴുതാം നമുക്ക്? X ഡിവൈഡഡ് ബൈ D ഇസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോണം, X ഡിവൈഡഡ് ബൈ ഡെൽറ്റ. X ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഇസ് ഈക്വൽ ടു O'P ഡിവൈഡഡ് ബൈ S1 S2. അതായത് ഒരു ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇതാണ് D. ഇതെന്ന് പറയുന്നത് ഡെൽറ്റ S1 S2. മറ്റേന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്നു. കണ്ടോ? ഇത് X. ഇതെന്ന് പറയുന്നത് O'P. അപ്പൊ ദിസ് സൈഡ് ബൈ ദിസ് സൈഡ് ഈസ് ഈക്വൽ ടു ഈ സൈഡ് ബൈ ഈ സൈഡ്. അതാണ് പറഞ്ഞത്, ഓർത്തിരിക്കുക. അപ്പൊ ദ ട്രയാങ്കിൾ S1 S2 Q and O'OP are similar triangles. Therefore, X divided by delta is equal to O'P divided by S1 S2. S1 S2 എന്ന് പറയുന്നത് O'P divided by S1 S2 എന്ന് പറയുന്നത് സ്മാൾ d ആണ്. Therefore, X is equal to O'P into delta divided by small d. ഇനി ഞാനൊരു കാര്യം പറയുകയാണ്. ഈ P എന്ന് പറയുന്ന പോയിന്റ് ഓയോട് വളരെ അടുത്താണെങ്കിൽ, ഇഫ് ദ പോയിന്റ് P ഈസ് വെരി ക്ലോസ് ടു O, അപ്പൊ ഈ പോയിന്റ് P ഇവിടെ ആയിരുന്നു എങ്കിൽ O'P എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ O''Pയും O''Oയും ഈക്വൽ ആയിട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് പറയുന്നു? കണ്ടീഷൻ ഇഫ് കളയാം. ഇഫ് ദ പോയിന്റ് P ഈസ് വെരി ക്ലോസ് ടു O, P എന്ന് പറയുന്ന പോയിന്റ് ഓയോട് വളരെ അടുത്താണെങ്കിൽ, ഇഫ് P ഈസ് വെരി ക്ലോസ് ടു O, then എന്ത് പറ്റിയിരുന്നേനെ? then O''P is nearly equal to O''O, which is equal to D. ഈ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മുടെ എക്സിന്റെ വാല്യൂ എന്താവും? X is equal to D by D into delta. അപ്പോഴാണ് ഒരാൾ വീണ്ടും, സാർ P എന്ന് പറയുന്ന പോയിന്റ്, ഞാൻ പറഞ്ഞു P എന്ന് പറയുന്ന പോയിന്റ് ബ്രൈറ്റ് ആണെന്ന് കരുതുക. ഇഫ് P is bright, അപ്പോൾ അടുത്ത ആൾ ചോദിക്കും എത്രാമത്തെ ബ്രൈറ്റ്? ഇത് സെൻട്രൽ ബ്രൈറ്റ് 1 2 3 ഇതൊക്കെ എത്രാമത്തെ ബ്രൈറ്റ് ആണ്? എനിക്ക് അറിയത്തില്ല. സപ്പോസ് ഇറ്റ് ഈസ് nth ബ്രൈറ്റ്. അപ്പോൾ ഇഫ് P ഈസ് nth ബ്രൈറ്റ്, P എന്ന് പറയുന്നത് n-ാമത്തെ ബ്രൈറ്റ് പോയിന്റ് ആണെങ്കിൽ, then Xn is equal to D by D into n lambda. This is the condition. ആ P എന്ന് പറയുന്ന പോയിന്റ് ഡാർക്ക് ആയിരുന്നു എങ്കിലോ, if P is in the dark,
പി എന്ത് ഡാർക്ക് ആയിരുന്നു എങ്കിൽ xn is equal to d by d into 2n minus 1 into lambda by 2. Here n is equal to 1, 2, 3, 4, etc. Here n is equal to 0, 1, 2, 3, etc. n-ന്റെ വാല്യൂ 0 വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? n-ന്റെ വാല്യൂ 0 വന്നാൽ അതിന്റെ അർത്ഥം സെൻട്രൽ ബ്രൈറ്റ്. n-ന്റെ വാല്യൂ 1 വന്നാൽ അത് ഫസ്റ്റ് ബ്രൈറ്റ്. n-ന്റെ വാല്യൂ 2 വന്നാൽ സെക്കൻഡ് ബ്രൈറ്റ്, തേർഡ് ബ്രൈറ്റ്, എക്സെട്ര. അപ്പൊ ഇവിടെയാണെങ്കിലോ n-ന്റെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡാർക്ക്. അപ്പൊ നമ്മൾ നേരത്തെ വരച്ചത് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ നേരത്തെ വരച്ചത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നു. ഇതായിരുന്നു ബ്രൈറ്റ്, ഇതെന്ന് പറഞ്ഞ ഡാർക്ക്, പിന്നീട് ബ്രൈറ്റ്, ഡാർക്ക്, ബ്രൈറ്റ്, എക്സെട്ര. അപ്പോൾ n-ന്റെ വാല്യൂ 0 വന്നാൽ ഇവനാണ്. n-ന്റെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കേസിൽ n-ന്റെ വാല്യൂ 1 വന്നാൽ ഇവനാണ്. n-ന്റെ വാല്യൂ 2 വന്നാൽ ഇതാണ്, 3 വന്നാൽ. ഈ കണ്ടീഷൻ കൊടുക്കുന്നത് ഡാർക്കുകൾക്കാണ്. n-ന്റെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡാർക്ക്, 2 വന്നാൽ സെക്കൻഡ് ഡാർക്ക്, 3 വന്നാൽ തേർഡ് ഡാർക്ക്, എക്സെട്ര. അപ്പൊ ദിസ് ഈസ് ദ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഈ കണ്ടീഷൻസ്, ഇപ്പോൾ പറഞ്ഞ കണ്ടീഷൻ ഒന്നുകൂടെ നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കുക. ഞാൻ ഒന്നുകൂടെ പറയുന്നു. ഓക്കെ, ശ്രദ്ധിച്ചോണം, ഇനി പറയില്ല. കൺസിഡർ 2 slits S1 and S2 separated by a distance of d, small d. അതൊക്കെ സ്റ്റാൻഡേർഡ് ആണ്. ഈ d എന്നൊക്കെ പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്ന വാല്യൂസ് ആണ്. And a screen is placed at a distance capital D from the sources. സോഴ്സുകളിൽ നിന്നും ക്യാപിറ്റൽ D ഡിസ്റ്റൻസ് അകലത്തിൽ നമ്മൾ ഇവരെ എടുത്തു വയ്ക്കും. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ D ആണ്. സ്ലിറ്റുകളുടെ സെന്റർ എന്ന് പറയുന്ന ഇതാണ് O ഡാഷ്. ഇങ്ങോട്ടേക്ക് എടുക്കുന്ന ഇത് O ആണ്. When the slits S1 and S2 are when a source S is placed here and when it is illuminated, the sources S1 and S2 behaves like two independent sources, and light ray from these two independent sources are coherent and they interfere in the region in between slits and screen. Therefore, interference bands are observed. The central point O will appear as bright and alternative dark and bright fringes are observed on either sides. Why the central fringe will appear as bright? Path difference of the light ray from S1 and S2 is 0 at the point O. Therefore, the central point will appear as bright. And alternative dark and bright fringes are observed on either sides. Consider a point P, which is at a distance x from O. Light ray from these two sources reaches at P with a path difference represented by this delta. ഈ പോയിന്റിനെ Q എന്ന് എടുക്കുക. Then draw a line from O dash to P. Then here the triangles, ഏതൊക്കെ triangles? Triangles S1, S2, Q and triangle O dash OP are similar triangles. From the property of similar triangles, x divided by delta is equal to O dash P divided by S1, S2. എന്നിട്ട് എന്ത് പറയുന്നു? If the point P is very close to the point O, then O dash P is nearly equal to O dash, which is equal to capital D divided by S1, S2 is equal to small d. From this equation, x is equal to d by d into delta. വളരെ സിമ്പിൾ ആണ്. അപ്പോഴാണ് ഒരാൾ ചോദിക്കുക, പി എന്ന് പറയുന്ന പോയിന്റ് ബ്രൈറ്റ് ആണോ ഡാർക്ക് ആണോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. സപ്പോസ് വി അസ്യൂം ദാറ്റ് ഇഫ് ദ പോയിന്റ് പി ഈസ്, ഇഫ് ദ പോയിന്റ് പി ഈസ് എന്ത് ബ്രൈറ്റ്, അത് എന്ത് ബ്രൈറ്റ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്നാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്ക്, ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്നാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്ക് സെന്റർ ഫ്രിഞ്ചിൽ നിന്നും എന്നാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്കുള്ള ഡിസ്റ്റൻസ് xn is equal to d by d into n lambda, where n is equal to 0, 1, 2, 3, etc. n is equal to 0 means central bright, n is equal to 1 means first bright, n is equal to 2 means second bright, third bright, etc. അടുത്തത് ഒരുത്തം പറയുന്നു, ഇഫ് ദ പോയിന്റ് പി ഈസ് എന്ത് ഡാർക്ക്,
ഇത് nth ഡാർക്ക് ഫ്രിഞ്ച് ആണെന്ന് വിചാരിക്കുക. Then distance of nth dark fringe from the center is equal to d by d into 2n minus 1 into lambda divided by 2, where n is equal to 1, 2, 3, 4, etc. Here n is equal to 1 means first dark, n is equal to 2 means second dark, n is equal to 3 means third dark, etc. അപ്പോൾ നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ചോണേ. നമ്മുടെ സ്ക്രീൻ ഇതാണെന്ന് കരുതുക. സ്ക്രീനിന്റെ സെന്റർ പോയിന്റ് ഇതാണെന്ന് കരുതുക. ഈ O എന്ന് പറയുന്ന പോയിന്റ് ഇതാണെന്ന് കരുതുക. ഇവിടെ നമുക്കൊരു ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്കൊരു ഡാർക്ക് ഫ്രിഞ്ച് കിട്ടുന്നു, പിന്നെ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടുന്നു, പിന്നെ ഒരു ഡാർക്ക് ഫ്രിഞ്ച്, പിന്നെ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച്, പിന്നെ ഒരു ഡാർക്ക് ഫ്രിഞ്ച്, പിന്നെ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച്. ഓൾട്ടർനേറ്റീവ് ഡാർക്കും ബ്രൈറ്റും ഫ്രിഞ്ചസ് കിട്ടും. ഇവിടെ അടുത്ത ടേം ഇതാണ് ബാൻഡ് വിഡ്ത്ത്. എന്താണ് ബാൻഡ് വിഡ്ത്ത്? ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് ഫ്രിഞ്ച് വിഡ്ത്ത്. റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ബീറ്റ എന്നാണ്. ബാൻഡ് വിഡ്ത്ത് ഓർ ഫ്രിഞ്ച് വിഡ്ത്ത്, ദാറ്റ് ഈസ് ബീറ്റ. വാട്ട് ഈസ് ബീറ്റ? രണ്ട് സക്സസീവ് ബ്രൈറ്റ് ഫ്രിഞ്ചുകളുടെ സെന്ററുകൾ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് ഓഫ് ടു സെന്റർ എന്ന് പറയണം. കാരണം ബാൻഡ് വിഡ്ത്ത് ചെറുതല്ല, ഇച്ചിരി വലുതാണ്. അപ്പോൾ ഈ ബാൻഡിന്റെ ഒരു ബ്രൈറ്റ് ബാൻഡിന്റെ സെന്ററിൽ നിന്നും തൊട്ടടുത്തിരിക്കുന്ന ബ്രൈറ്റ് ബാൻഡിന്റെ സെന്ററിലേക്കുള്ള ഈ ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ബാൻഡ് വിഡ്ത്ത്. അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഫ്രിഞ്ചിന്റെ സെന്ററിൽ നിന്നും അടുത്ത ഡാർക്ക് ഫ്രിഞ്ചിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസിനും ബാൻഡ് വിഡ്ത്ത് എന്ന് പറയും. രണ്ടും സെയിം ആണ്. അപ്പോൾ വാട്ട് ഈസ് ബാൻഡ് വിഡ്ത്ത്? ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ബ്രൈറ്റ് ബാൻഡ്സ് ഓർ ഡാർക്ക് ബാൻഡ്സ്. ഞാനിപ്പോൾ ആദ്യമേ പറയുന്നു, ശ്രദ്ധിക്കുക. ഇത് എന്നാമത്തെ ബാൻഡാണെന്ന് കരുതുക. ഇത് എന്നാമത്തെ ബ്രാൻഡ് ആണെങ്കിൽ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? XN. തൊട്ടടുത്തിരിക്കുന്നത് n+1 ബാൻഡ് ആയിരിക്കും. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് XN+1. ഇവര് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ബാൻഡ് വിഡ്ത്ത്. Therefore ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഈസ് ഈക്വൽ ടു XN+1 മൈനസ് XN. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയുമാണ് XN+1. ഇതിന് പറയുന്ന പേരാണ് XN. അവർ തമ്മിലുള്ള ഡിഫറൻസ് പറയുന്ന പേരാണ് ബാൻഡ് വിഡ്ത്ത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് XN+1? ബ്രൈറ്റ് ബാൻഡ് ആണല്ലോ പറയാ. Therefore it is equal to d by d into n+1 lambda മൈനസ് എന്നാമത്തെ ഫ്രിഞ്ച് ആകുമ്പോൾ d by d into n lambda. ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ d lambda divided by d എന്ന് കിട്ടും. This is the equation for bandwidth. Bandwidth or fringe width beta is equal to d lambda divided by d, capital D lambda divided by small d. അപ്പോൾ ചോദിക്കും, സാർ ഇത് ബ്രൈറ്റ് ഫ്രിഞ്ചുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ? ഞാൻ പറഞ്ഞത് ഡാർക്ക് എടുത്താലും സെയിം ആൻസർ തന്നെ കിട്ടും. അതായത് ഡാർക്ക് ഫ്രിഞ്ചിന്റെ കേസിൽ ബീറ്റ ഈസ് ഈക്വൽ ടു XN+1 മൈനസ് XN, ദാറ്റ് ഈസ് ഈക്വൽ ടു d by d into 2n+1 മൈനസ് 1 into lambda by 2 മൈനസ് d by d into 2n മൈനസ് 1 into lambda by 2. അത് ചെയ്താൽ കിട്ടുന്ന ആൻസറും നിങ്ങൾ ചെയ്തു നോക്കുക, d lambda by d തന്നെ ആയിരിക്കും. പിന്നെ അതിനകത്ത് വേണ്ടി കഷ്ടപ്പെടാൻ പോകണ്ട, ഇത് പറഞ്ഞാൽ മതി. അപ്പോൾ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫ്രിഞ്ച് വിഡ്ത്ത് ഓർ ബാൻഡ് വിഡ്ത്ത്? വാട്ട് ഈസ് ബാൻഡ് വിഡ്ത്ത്? ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ബ്രൈറ്റ് ബാൻഡ്സ് ഓർ ഡാർക്ക് ബാൻഡ്സ് ഈസ് കാൾഡ് സക്സസീവ് ബ്രൈറ്റ് ബാൻഡ്സ് ഓർ ഡാർക്ക് ബാൻഡ്സ് ഈസ് കാൾഡ് ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഈസ് ഈക്വൽ ടു XN+1 മൈനസ് XN. Substituting the value of XN+1 and XN, the value obtained is equal to d lambda divided by d. അപ്പോൾ നമ്മൾ പറയുന്നത് ഫ്രിഞ്ച് വിഡ്ത്ത് ഓർ ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഈസ് ഈക്വൽ ടു d lambda divided by d. അതിന്റെ അർത്ഥം എന്താണ്? ഈ ഡിസ്റ്റൻസ് നമ്മൾ കൂട്ടിയാൽ, ക്യാപിറ്റൽ ഡിയുടെ വാല്യൂ കൂട്ടിയാൽ, സ്ക്രീൻ ദൂരേക്ക് കൊണ്ടുപോയാൽ ബാൻഡ് വിഡ്ത്ത് കൂടും, സ്ലിറ്റുകൾ ദൂരേക്ക് കൊണ്ടുപോയാൽ ബാൻഡ് വിഡ്ത്ത് കുറയും, വേവ് ലെങ്ത് മാറിയാൽ ബാൻഡ് വിഡ്ത്ത് മാറും. അത് സാറേ വേവ് ലെങ്ത് എങ്ങനെ മാറും? വിബ്ഗ്യൂർ 7 കളേഴ്സിനും 7 വേവ് ലെങ്ത് ആണ്. ഏറ്റവും കുറവ് വേവ് ലെങ്ത് ആർക്കാണ്? വയലറ്റിന്. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ആർക്കാണ്? റെഡിന്. അപ്പോൾ വയലറ്റ് കളറിന് ഉപയോഗിച്ച് നമ്മൾ ബാൻഡ് വിഡ്ത്ത് ഉണ്ടാക്കി, പെട്ടെന്ന് നമ്മൾ മാറ്റി റെഡ് ആക്കിയാൽ ബാൻഡ് വിഡ്ത്ത് കൂടും. അപ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ ബാൻഡ് വിഡ്ത്ത് ഡിപെൻഡ്സ്? 3 ഫാക്ടേഴ്സ്. ഒന്ന്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്രീൻ ആൻഡ് സ്ലിറ്റ്.
ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സിൽസ് ആൻഡ് വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് യൂസ്ഡ്. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ, സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ എക്സ്പെരിമെന്റ് നേരെ വെള്ളത്തിനകത്ത് മുക്കി വെച്ച് പെർഫോം ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മൾ ഈ എക്സ്പെരിമെന്റ് എയറിൽ വെച്ച് ചെയ്യുകയാണ്. സെയിം എക്സ്പെരിമെന്റ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ. വാട്ടറിനകത്തേക്ക് നമ്മൾ ഇമ്മേഴ്സ് ചെയ്താൽ വാട്ട് ഹാപ്പൻസ് ടു ദ ബാൻഡ് വിഡ്ത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ലാംഡ കുറയും. അറിയാമല്ലോ, വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം എയറിലെ മീഡിയത്തിനേക്കാൾ മ്യൂ ടൈംസ് കുറവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഡാഷ് എന്ന് പറയുന്നത് ബീറ്റ ഡിവൈഡഡ് ബൈ മ്യൂ ആയിട്ട് മാറും. ശ്രദ്ധിച്ചോണം, ഇത് എയറിലാണ്. ഇതൊരു മീഡിയത്തിൽ ഇടുന്ന സമയത്ത് അതിന്റെ ബാൻഡ് വിഡ്ത്ത് മ്യൂ ടൈംസ് കുറയും. ബിക്കോസ് വേവ് ലെങ്ത് ഡിക്രീസസ് ബൈ മ്യൂ ടൈംസ്. വേവ് ലെങ്ത് കുറയുന്നതിന്റെ ഫലമായിട്ട് ബാൻഡ് വിഡ്ത്ത് കുറയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയണം. ഇതാണ് യങ്സ് ഡബിൾ സ്ലിറ്റ്. അപ്പൊ ഇതിനാണ് ചോദിക്കുന്നത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ ഫ്രിഞ്ചസ് ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്നായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളിത് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെക്കണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ്. ഡിസ്റ്റൻസ് ഓഫ് ദ എൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് ഫ്രം ദ സെന്റർ ഈസ് ഈക്വൽ ടു d by d into n lambda. Distance of end dark fringe from the center is equal to d by d into 2n minus 1 into lambda divided by 2. Bandwidth beta is equal to d lambda by t. The factors affecting bandwidth are capital D, small d and lambda. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക, നന്നായിട്ട് പഠിക്കണം, പഠിച്ചു വയ്ക്കണം. ഇനി ഞാൻ പറയുന്ന അടുത്ത കാര്യം ശ്രദ്ധിച്ചോണം. ബാൻഡ് വിഡ്ത്ത് ബീറ്റ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഈസ് ഈക്വൽ ടു ഡി ലാംഡ ഡിവൈഡഡ് ബൈ ഡി. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇവിടെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ലൈറ്റ് മോണോക്രോമാറ്റിക് സോഴ്സ് ആണെങ്കിൽ, മോണോക്രോമാറ്റിക് ഒക്കെ നമ്മൾ റേ ഓപ്റ്റിക്സിൽ പറഞ്ഞതാണ്, സിംഗിൾ വേവ് ലെങ്ത്. യെല്ലോ കളർ ആണെങ്കിൽ നമ്മളിവിടെ ഓർക്കുക, ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ വൈറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല, ബ്രൈറ്റ് എന്നാണ് പറയുക. അതായത് ഇവിടെ യെല്ലോ കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെൻട്രൽ ഫ്രിഞ്ച് യെല്ലോ ആയിരിക്കും, പിന്നെ ഡാർക്ക്, പിന്നെ യെല്ലോ, വീണ്ടും ഡാർക്ക്. അത് ഞാൻ ഉപയോഗിക്കുന്നത് ഗ്രീൻ കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെൻട്രൽ ഫ്രിഞ്ച് വിൽ അപ്പിയേഴ്സ് ആസ് ഗ്രീൻ, ഡാർക്ക്, ഗ്രീൻ, ഡാർക്ക്. അപ്പൊ ബ്രൈറ്റ് എന്ന് പറയുന്നത് ഏത് കളറാണോ ആ കളർ അവിടെ വരും. ഇനി ഉപയോഗിക്കുന്ന റെഡ് ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ പോയിന്റ് വിൽ അപ്പിയേഴ്സ് ആസ് ബ്രൈറ്റ്. ബ്രൈറ്റ് റെഡ് ആയിട്ട് കാണും, പിന്നെ ഡാർക്ക്, റെഡ്, ഡാർക്ക്, എക്സെട്ര. ഇതാണ് പറയുന്നത്. അല്ലാതെ ഒരിക്കലും വൈറ്റ് എന്നല്ല പറയുന്നത്, ബ്രൈറ്റ് ആയിട്ട് കാണപ്പെടും. ഏത് കളറാണോ ഉപയോഗിക്കുന്നത് അതാണ് ഈ ബ്രൈറ്റ് എന്ന് ഉപയോഗിക്കുന്നത്, ആ കളറുകളാണ് കാണപ്പെടുക. അപ്പൊ when monochromatic light is used in the case of Young's double slit experiment, then the central fringe will appears as that color, then alternative dark and that colors are observed. ആ കളറാണ് അയാൾ ഒബ്സർവ് ചെയ്യും. എന്നാൽ ഇവിടെ ഞാൻ വൈറ്റ് ലൈറ്റ് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഞാൻ വൈറ്റ് ലൈറ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? Instead of monochromatic light, when we use a white light, then central fringe will appears as white. Central point എന്തായിട്ട് കാണും? White. And colored fringes are observed on either sides. Central point bright ആയിട്ട് കാണപ്പെടും. അത് കഴിഞ്ഞ് രണ്ട് സൈഡിലേക്കും കളേർഡ് ഫ്രിഞ്ചസ് കാണും. വിബ്ജിയോർ എന്ന് പറയുന്ന കളേഴ്സ് ഇങ്ങനെ കാണും. അതാണ് അവിടെ സംഭവിക്കുക. അതൊക്കെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും. വാട്ട് ഹാപ്പൻസ് ടു ദ ഫ്രിഞ്ച് സിസ്റ്റം when monochromatic light is replaced by a white light in Young's double slit experiment എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, when Young's double slit experiment, when monochromatic light is replaced with a white light, then the central point will appears as white, bright അല്ല, white, and colored fringes are observed on either sides. അത് ഒന്ന്. ഇനി രണ്ടാമത്തത് ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് എന്താണ്? ഈ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പടം വരച്ച് പറയാം, ശ്രദ്ധിച്ചോണം. നമ്മുടെ സെൻട്രൽ പോയിന്റ് ഇതാണല്ലോ. ഇവിടെ നമുക്ക് ഇങ്ങനെ ഫ്രിഞ്ചസ് കിട്ടുകയാണല്ലോ. ഇവിടെ സെൻട്രൽ പോയിന്റ് വിൽ അപ്പിയേഴ്സ് ആസ് ബ്രൈറ്റ്. ബ്രൈറ്റ്, വൈറ്റ് എന്നല്ല ഞാൻ പറഞ്ഞ ബ്രൈറ്റ്. ഡാർക്ക്, ബ്രൈറ്റ്, ഡാർക്ക്, ബ്രൈറ്റ്, ഡാർക്ക്, ബ്രൈറ്റ്, ഇങ്ങനെ കിട്ടും. ഇതിനെയാണല്ലോ നമ്മൾ ബാൻഡ് വിഡ്ത്ത് ബീറ്റ എന്ന് പറയുന്നത്. ഇതിനെയാണ്. അടുത്തടുത്തിരിക്കുന്ന രണ്ട് ബ്രൈറ്റ് ബാൻഡുകൾ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ബാൻഡ് വിഡ്ത്ത് ബീറ്റ. ഇവര് ഇതിന്റെ സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിളിന് പറയുന്ന പേരാണ് ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് ഒമേഗ. ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത്.
അപ്പൊ എന്താണ് ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ടു സക്സസീവ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഓർ ഡാർക്ക് ഫ്രിഞ്ചസ് വിത്ത് ദ സെന്റർ ഓഫ് ദ സ്ലിറ്റ്സ്. സ്ലിറ്റുകളുടെ സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. അതായത് നമ്മൾ ഇതാണ് സ്ലിറ്റുകൾ ഇങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നതെങ്കിൽ ഈ ആംഗിളിന് നമ്മൾ പറയുന്ന പേരാണ് ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത്. മനസ്സിലായോ? അത് തന്നെയാണ് ഞാൻ ഇവിടെയും വരച്ചത്. ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് ഒമേഗ കണ്ടുപിടിക്കാൻ ഇത് ക്യാപിറ്റൽ ഡി അല്ലേ, ഇത് ഒമേഗയും ആണെങ്കിൽ ബീറ്റ ഈസ് ഈക്വൽ ടു ഡി ഒമേഗ. ശരി തന്നെ. ബീറ്റ ഈസ് ഈക്വൽ ടു എനി വൺ ഓഫ് ദ സൈഡ് ഇൻറ്റു ആംഗിൾ ബിറ്റ്വീൻ ദ സൈഡ്സ്. Therefore, omega is equal to beta divided by capital D. This is called angular fringe width. അപ്പോൾ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് ഒമേഗ ഈസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി. അപ്പോൾ ക്യാപിറ്റൽ ഡി കൂടിയാൽ ഒമേഗയ്ക്ക് എന്ത് സംഭവിക്കണം? ഒന്നും സംഭവിക്കത്തില്ല. As d increases, beta increases, beta by d remains a constant. അതിന്റെ അർത്ഥം മനസ്സിലായോ? ഞാൻ ഈ സ്ക്രീനിനെ പിടിച്ച് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. ഒമേഗയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ക്യാപിറ്റൽ ഡി കൂടിയപ്പോൾ ബാൻഡ് വിഡ്ത്ത് ബീറ്റ കൂടി. ഒമേഗയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. ഇനി ഞാൻ സ്ക്രീനെ ഇങ്ങോട്ട് വെച്ചാൽ എന്ത് സംഭവിക്കും? ബാൻഡ് വിഡ്ത്ത് വീണ്ടും കൂടും, പക്ഷെ ഒമേഗയ്ക്ക് ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഒമേഗ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ക്യാപിറ്റൽ ഡി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എൻട്രൻസിലൊക്കെ പ്രത്യേകിച്ചും. Therefore, it is equal to lambda divided by small d. ഇവിടെ നിന്ന് കിട്ടും ബീറ്റ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ സ്മാൾ ഡി. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ. ആംഗിൾ ആയതുകൊണ്ട് ഇതിന്റെ യൂണിറ്റ് റേഡിയൻ. മനസ്സിലാവുന്നുണ്ട്? ഇതോടുകൂടി നമ്മുടെ ഇന്റർഫറൻസ് കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ വാട്ട് ഈസ് ഇന്റർഫറൻസ്? ചേഞ്ച് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ഡ്യൂ ടു സൂപ്പർപോസിഷൻ ഓഫ് ടു ഓർ മോർ വേവ്സ് ഈസ് കോൾഡ് ഇന്റർഫറൻസ്. അതിനകത്ത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. എന്താണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, എന്താണ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്? വാട്ട് ഈസ് എ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ആൻഡ് വാട്ട് ഈസ് എ കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്? അത് കഴിഞ്ഞ് കൊഹറന്റ് സസ്റ്റൈൻഡ് ഇന്റർഫറൻസ് എന്താണ്, കൊഹറന്റ് സോഴ്സസ് എന്താണ്, എങ്ങനെയാണ് നമുക്ക് ഇന്റർഫറൻസ് കാണാൻ പറ്റുക? അതിന്റെ എക്സാമ്പിൾ ആരാണ്? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ആ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിൽ നിന്നും ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഈസ് ഈക്വൽ ഡി ലാംഡ ബൈ ഡി കണ്ടുപിടിക്കുക. അതുകൊണ്ട് ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് ഒമേഗ ഈസ് ഈക്വൽ ബീറ്റ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ഡി കണ്ടുപിടിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഓർക്കേണ്ടുന്ന കാര്യം, when we are using white light instead of monochromatic light, central fringe will appear as white and colored fringes are observed on either sides. ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഈ സിസ്റ്റത്തിനെ മൊത്തത്തിൽ നമ്മൾ ലിക്വിഡിനകത്തേക്ക് ഇമേഴ്സ് ചെയ്താൽ ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഡിക്രീസസ് ബൈ മ്യൂ ടൈംസ്. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇതോടുകൂടി ഇന്റർഫറൻസ് നമുക്ക് ഏകദേശം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മുടെ ഡിഫ്രാക്ഷനുമായിട്ട് വരാം. അതുവരെ ഗുഡ് ബൈ.